ഗവർണറുമായി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഈ പോരാട്ടം തോൽക്കാനുള്ള പോരാട്ടമാണെന്ന് ആർക്കാണ് അറിയാത്തത്? നവംബർ 15-ന് തലസ്ഥാനത്ത് നടത്തിയ രാജ്ഭവൻ വളയൽ ഗംഭീരമായിരുന്നു. പക്ഷെ ഗവർണറുടെ വിരട്ടൽ പേടിച്ച മന്ത്രിമാർ എല്ലാം ഓഫീസിലിരുന്നു. ഏതായാലും ഗവർണറുടെ കണ്ണുരുട്ടൽ വന്ന ശേഷം മന്ത്രിമാർ വളരെ സൂക്ഷിച്ചാണ് സംസാരിക്കുക. സമരം എത്ര ശക്തമായാലും അതുകൊണ്ട് കോടതി വിധി മാറ്റാനാകുമോ? സുപ്രീം കോടതിയുടെ വിധിയെ തുടർന്ന് കേരളത്തിലെ സാങ്കേതിക സർവകലാശാലയുടെ വിസി ഡോക്ടർ MS രാജശ്രീക്ക് പുറത്തു പോകേണ്ടി വന്നു. ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലും നല്ലത് പറഞ്ഞ വ്യക്തിയാണ് രാജശ്രീ. പക്ഷേ പദവിയിൽ എത്തിച്ച രീതി തെറ്റി. സാങ്കേതിക സർവകലാശാലയിലെ ഡീനായിരുന്ന PS ശ്രീജിത്തിന്റെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് സുപ്രീം കോടതി വിധിച്ചു. പോലീസ് മേധാവി സ്ഥാനത്ത് നിന്നും സെൻകുമാറിനെ നീക്കം ചെയ്തതിൽ ആരംഭിച്ച കോടതി വിധിയുടെ തിരിച്ചടികൾ പിണറായി സർക്കാരിനെ വല്ലാതെ വേട്ടയാടുകയാണ്. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ സ്ഥാനത്തെക്കുറിച്ചുണ്ടായ വിധിയെ തുടർന്ന് അങ്ങനെ നിയമിതരായ എല്ലാവർക്കും വലിയ നഷ്ടം സംഭവിക്കും. കാരണം ഇത്തരം VC-മാർക്ക് ഒരു അക്കാദമിക് ബോർഡിലും അംഗത്വം ലഭിക്കില്ല. ഭരണഘടനാപരമായ പദവികളിൽ നിയമനം ലഭിക്കുവാനും തടസ്സമുണ്ടാകും എന്നാണ് വാർത്ത. രാജിവെച്ചു പോയാൽ ഈ തകരാറില്ല. എന്നാൽ രാജിക്ക് തയ്യാറാകാതെ അവർ കോടതിയിൽ പോയി. ഇങ്ങനെ പോയവരിൽ ഒരാളെ കൂടി കോടതി പുറത്താക്കി. കേരള ഫിഷറീസ് ആൻഡ് സമുദ്ര പഠന സർവകലാശാല VC ഡോക്ടർ K റിജി ജോണിനെയാണ് ഹൈക്കോടതി പുറത്താക്കിയത്. ഫിഷറീസ് ഫാക്കൽറ്റി ഡീനായിരുന്ന ജോണിനെ 2021 ജനുവരിയിലാണ് വൈസ് ചാൻസലറായി നിയമിച്ചത്. സെർച്ച് കമ്മിറ്റി VC പദവിയിലേക്ക് ഒരു പേരാണ് കൊടുത്തത്. പട്ടികയിൽ ഉണ്ടായിരുന്ന ഡോക്ടർ KK വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയെ സമീപിച്ചു. അവരുടെ പരാതിയിൽ 2022 നവംബർ 14-നുണ്ടായ വിധിയിലാണ് കുഫോസ് VC പുറത്താക്കപ്പെട്ടത്. ഇനിയും 8 സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാർ കൂടി ഭീതിയിലാണ്. കണ്ണൂർ, സംസ്കൃതം, ഫിഷറീസ്, MG, കേരള സർവകലാശാലകളിലേക്ക് ഒരു പേര് മാത്രമാണ് ചാൻസലർക്ക് കൊടുത്തത്. സെർച്ച് കമ്മിറ്റി 3 പേര് കൊടുക്കണം എന്നാണ് വ്യവസ്ഥ. അതുണ്ടാകാതിരുന്നത് കൊണ്ട് സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലേക്കുള്ള നിയമനം 2 മാസത്തേക്ക് ഗവർണർ പിടിച്ചുവെച്ചു. അവസാനം സമ്മതിച്ചു. സർവകലാശാലകളുടെ പ്രവർത്തനം UGC വ്യവസ്ഥകൾ അനുസരിച്ചാവണമെന്ന് സുപ്രീം കോടതി വരെ ആവശ്യപ്പെടുന്നു. സർക്കാരിനുള്ള സാധ്യതകൾ പരിമിതമാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ മാത്രമല്ല, മറ്റു പദവികളിലേക്കുള്ള നിയമനത്തിലും ഇതാണ് വേണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന്റെ കാര്യത്തിലും ഇതാവും സ്ഥിതി. അവിടെയും തോൽവി ഏതാണ്ട് ഉറപ്പാണ്. എന്നിട്ടും പോരാടുന്നു. അതുകൊണ്ട് കോടതി വിധി മാറുമോ? UGCയുടെ നിബന്ധന മാറുമോ? സർവകലാശാലകൾ ഗവർണറെ ഉപയോഗിച്ച് പിടിച്ചെടുക്കുവാൻ RSS ശ്രമിക്കുന്നു എന്ന് കാണിച്ച് രാജ്ഭവൻ വളയുന്നു. രാഷ്ട്രീയ അതിപ്രസരത്തിൽ നിന്നും വിദ്യാഭ്യാസ മേഖലയെ രക്ഷിക്കുവാനുള്ള ആർജവത്വം ആര് കാണിക്കും? വിദ്യാഭ്യാസ മേഖലയിൽ ഞങ്ങൾ പറയുന്നത് നടക്കണം എന്ന് ശഠിക്കുന്നവർക്ക് എങ്ങനെ BJPയെ കുറ്റപ്പെടുത്താനാകും? അവരും അതുതന്നെയല്ലേ പറയുന്നത്, തങ്ങൾ പറയുന്നത് നടക്കണമെന്ന്. നമ്മുടെ സർവകലാശാലകളിൽ എന്താണ് നടക്കുന്നത്? കാർഷിക സർവകലാശാലയിൽ മുൻ VC ശമ്പള ഇനത്തിൽ 8.55 ലക്ഷം രൂപ അധികം കൈപ്പറ്റി. അന്വേഷണം നടന്നു. പക്ഷേ ഇപ്പോൾ ഫയൽ കാണാനില്ല. 2014-ൽ അവിടെ 244 അധ്യാപകർക്ക് പ്രൊമോഷൻ കൊടുത്ത ഫയലും കാണാതായി. അധ്യാപക ഒഴിവുകൾ UGC വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണമെന്ന നിബന്ധന കാലിക്കറ്റിൽ പാലിക്കാറില്ല. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിന് ഇൻഡെക്സ് മാർക്ക് നൽകിയത് UGC നിബന്ധനകൾക്ക് വിരുദ്ധമായി. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി KK രാഗേഷിന്റെ ഭാര്യ ഡോക്ടർ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചതും UGC ചട്ടങ്ങളുടെ ലംഘനം. MGയിലെ ഹിന്ദി അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കപ്പെട്ടതും സ്കൂൾ ഓഫ് ഗാന്ധി ആൻഡ് തോട്ടിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം റദ്ദാക്കപ്പെട്ടതും എല്ലാം സമകാലീന അനുഭവങ്ങൾ. സ്വന്തക്കാരുടെ നിയമനമാണ് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും നടക്കുന്നത് എന്നത് ആർക്കാണ് തോന്നാത്തത്? കേരളത്തിലെ പല VC-മാരെ കുറിച്ചും ചാൻസലർക്ക് വലിയ അഭിപ്രായമാണ്. MV നാരായണൻ, MS രാജശ്രീ, സാബു തോമസ്, ഡോക്ടർ VP മഹാദേവൻ പിള്ള തുടങ്ങിയവരെ അദ്ദേഹം പേരെടുത്തു പറഞ്ഞ് അഭിനന്ദിച്ചിട്ടുണ്ട്. പക്ഷേ സുപ്രീം കോടതി വിധി വന്നതോടെ അവർക്കെതിരെ നടപടി വരികയാണ്. ചാൻസലർ നിർദ്ദേശിച്ചത് ബഹുമാനിച്ച് രാഷ്ട്രപതിക്ക് ഡിലീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ഈ ബഹളം വല്ലതും ഉണ്ടാകുമായിരുന്നു. ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലേ മര്യാദ? ഒരു വശത്തേക്ക് പാടില്ലെന്ന് പറയുന്നത് ആർക്കാണ് പിടിക്കുക? ഏതായാലും ഭൂതത്തെ കുടം തുറന്നു വിട്ടുപോയി. ഇനി അകത്താക്കുക എളുപ്പമല്ല.